ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളിന്ന് രാവിലെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ആലപ്പുഴ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇസുനാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ക്ഷീണോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ പോണ വഴിക്ക് ചായ കുടിക്കാൻ വിചാരിച്ചിട്ടാണ്. കൂടുതലൊന്നും കഴിച്ചാൻ പറ്റൂല, കാരണം അവന് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചായയും കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ട് ചെറിയൊരു കട ഉണ്ടോ, അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാവണ്ടാന്നോ വിളിക്കണോ? എന്താ ചേട്ടനോട് എന്താ പറയണത്? ഒന്നേ ചേട്ടനോട് എന്താ പറയണ കുട്ടിയെ? അത് വേണ്ട, തല പുറത്ത് കിട്ടീനാ കാക്കുമ്പന്റെ ചീത്ത പറയട്ടോ. ആരത്? എന്റെ ഫ്രണ്ടുകളോ? എന്റെ ഫ്രണ്ടുകളോ? അത്ര ഒക്കെ അധികമായിട്ടില്ല. എന്നാലും ബ്ലൂടൂത്ത് കണക്ട് ആയിക്കാം, ഞാൻ പാട്ടിട്ടോളാം. പാട്ടൊന്നും ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടും പിന്നെ ഒന്ന് ഇത്രയും ദൂരം പോകണ്ടേ, അപ്പോൾ പാട്ടില്ലായിട്ട് ഒരു രസവും ഇല്ല പോവാൻ, യാത്ര ചെയ്യാൻ. അപ്പോൾ ഒന്നും കൂടി നോക്കുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്റ്റ് ആവുമോ എന്നുള്ളത്. പിന്നെ എയർപോഡ് വെച്ചിട്ട് ഞാൻ പാട്ട് കേൾക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അപ്പോൾ ഫോണിലെ ചാർജും കഴിയും നെറ്റ് ഓൺ ആക്കിയിട്ട്. അപ്പോൾ വീഡിയോസ് എടുക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കും ഇതേപോലെ ആ ചായ കുടിച്ചിട്ടാണ്, കട്ടൻ ചായ കുടിച്ചാൽ മതി, പക്ഷേ ഞാൻ പാൽ ചായയാണ് കിട്ടിയത് അവിടെ നിന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്കൊരു അത്ര വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെയൊക്കെ അങ്ങനെ തോന്നി. രാവിലെ തന്നെ എനിക്കങ്ങനെ പാൽ ചായ എനിക്കങ്ങനെ ഇഷ്ടമല്ല. രാവിലെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഇഷ്ടമാണ്, ചില സമയത്ത് യാത്രയിലൊന്നും എനിക്കങ്ങനെ ഇഷ്ടമല്ല. ജുനുവിന് അങ്ങനെ യാത്രയും കാര്യങ്ങളൊന്നും കൂടുതൽ ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ ഡ്രൈവിങ്ങും കാര്യങ്ങളായതുകൊണ്ട് തന്നെ എവിടേക്കെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമല്ലാത്ത കാര്യം കേട്ടോ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എവിടേക്കെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ പോവേണ്ടേ വിചാരിച്ചിട്ടൊക്കെ അങ്ങനെ പോവാന്നല്ലാതെ കൂടുതലായിട്ട് എവിടേക്കും ഞങ്ങൾ പോയിട്ടില്ല. അഥവാ ജുനുവിന് താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോവലുമില്ല. അതുകൊണ്ട് തന്നെ ഒരുവിധം സ്ഥലങ്ങളൊന്നും ഞാൻ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേയൊക്കെ ഞങ്ങൾ ഇപ്പം അമ്മ അങ്ങനെയൊക്കെ ഞങ്ങളെല്ലായിടത്തും ഇപ്പോൾ ഒരു പെരുന്നാളായിക്കോട്ടെ എന്ത് വരികയാണെങ്കിലും ഞങ്ങൾ പോയിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് യാത്രയും കാര്യങ്ങളൊക്കെ കുറവാണ്. ഞാൻ അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് സത്യം പറഞ്ഞാൽ. എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും സന്തോഷമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടേക്കെങ്കിലും പോവാന്നുള്ളത്. കാരണം ആ റൂമിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആകെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ആ റൂമിലിരിക്കണതാണ്. വേറെ ഒരാളോട് കോണ്ടാക്റ്റും ഇല്ല. പിന്നെ അതേപോലെ ആ റൂമിലിരുന്ന് അപ്പോൾ എനിക്ക് എവിടെ പോവുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടീനെ വല്ല ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പോവാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ കാര്യമാണ്. കാരണം പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞാൽ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റണില്ല. ജോനു പോകുന്നതും പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്താണെങ്കിലും അൽഹംദുലില്ലാ. പിന്നെ ഇതൊക്കെ വലിയ കുട്ടിയായില്ലേ, ഓനിക്കും ഓൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എവിടേക്ക് പിന്നെ ടൂറ് പോകുമായിരിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓനിക്കൊക്കെ ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് കാര്യം ജുനു ഇങ്ങനെ പോയിരുന്നത്. അല്ലാത്ത പക്ഷം ഞങ്ങൾ എവിടെയെങ്കിലും ചെറിയ ഞങ്ങളടുത്തുള്ള എവിടെയെങ്കിലും ഏറി വന്നാൽ പെരുന്തൽമണ്ണ അല്ലെങ്കിൽ പിന്നെ മലപ്പുറം കോട്ടക്കുന്ന് അങ്ങനെയൊക്കെ പോകുന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വലിയൊരു ടൂറായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ പോണ സമയത്തൊക്കെ ഞാനൊക്കെ ആകെ ക്ഷീണിച്ചിട്ട് തന്നെ കേട്ടോ. വീഡിയോസും കാര്യങ്ങളും ഞങ്ങൾ റൂം എടുത്ത് കൊടുത്തുനിന്ന് ആലപ്പുഴ
ഒരു 2.5-3 മണിക്കൂർ ഏകദേശം യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഞാൻ ബാക്ക് സീറ്റിൽ ഞാൻ കിടക്കിയെന്നു. പിന്നെ കുറച്ച് സമയം ഇടവിട്ട് ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ എടുക്കുന്നു. വീഡിയോ എടുക്കേണ്ടത് നിർബന്ധമായതുകൊണ്ട്. അപ്പോൾ വയ്യാനിട്ടും ഞാനങ്ങനെ ഇടയ്ക്ക് നീച്ചിട്ട് വീഡിയോ എടുക്കും കേട്ടോ, ഓരോ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ. അങ്ങനെ എടുത്ത വീഡിയോസാണിത്. രാവിലെ ഞങ്ങളൊന്നും തിന്നാത്തതുകൊണ്ട് തന്നെ പിന്നെ പഴവും മേടിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ചായയും കുടിച്ച്. അത്രേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ ആർക്കും ഒന്നിനും താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒക്കെ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമുണ്ട്. പിന്നെ പിന്നെ എല്ലാവർക്കും വിശപ്പൊക്കെ വന്നു കേട്ടോ. ഒരു ഉച്ച സമയമായപ്പോൾ ഏകദേശം ഞങ്ങളവിടെ ആലപ്പുഴ എത്തിയത് ഒരു 12-12:30 ഒക്കെയാണ് തോന്നുന്നു. ആ ഒരു സമയമായപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ ഒരു സൈഡിൽ ഒരിടത്ത് വണ്ടിയൊക്കെ നിർത്തി പാർക്ക് ചെയ്ത്. അതിനും എവിടെ പാർക്ക് ചെയ്യുകയാണെങ്കിലും ക്യാഷ് വേണം കേട്ടോ, കുറഞ്ഞത് 100 രൂപയെങ്കിലും. പിന്നെ അങ്ങനെ നല്ല പാർക്കിങ്ങൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇസു ആണെങ്കിൽ ഓനിക്ക് വയ്യാന്നു, ഓനിക്ക് ഭക്ഷണം വേണ്ട, ചൂടുവെള്ളം മതി അല്ലെങ്കിൽ കഞ്ഞി മതി എന്നൊക്കെ അങ്ങനെ പറയണം. പക്ഷെ എനിക്കൊന്നും തീരെ പറ്റണുണ്ടായില്ല ഭക്ഷണം കഴിച്ചാത്തതുകൊണ്ട്. പിന്നെ ഹെസക്കാണെന്നുണ്ടെങ്കിലും ഇസുവിന് തീരെ വയ്യാന്നു, ഓൻ പറഞ്ഞ് എനിക്കൊന്നും വേണ്ട. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്ത് ഓന് അവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നോനും തിന്നത് തന്നെയില്ല. ഞാൻ കുറേ വാരിക്കൊടുക്കാൻ വേണ്ടി നിന്ന്, പക്ഷെ ഓനിക്ക് പറ്റണില്ല. പിന്നെ നിർബന്ധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഛർദ്ദിക്കും വിചാരിച്ചിട്ട് കൊടുത്തതുമില്ല. പിന്നെ ഇവിടുത്തെ ഫുഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ. നല്ല ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ചിക്കൻ്റെ ഒരു ഇതും മേടിച്ചു, പിന്നെ സാദാ ചോറും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇസോന് അത് നല്ലതായി. പക്ഷെ ഓൻ പറഞ്ഞ് ഇനി ഓനക്ക് എപ്പോഴാണ് വിശപ്പ് വെച്ചാൽ അപ്പോൾ മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ അവിടെ കഞ്ഞി ഉണ്ടോ ചോദിച്ചു. ചൂടില്ല കഞ്ഞി എന്നാലും ചോദിക്കാലും ഉണ്ടാവില്ല എന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളങ്ങനെ ആലപ്പുഴ എത്തി. ഫുഡൊക്കെ കഴിച്ചില്ലേന് പിന്നെ ബോട്ട്, ചെറിയ ബോട്ടാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് 4 ആൾക്കും പറ്റിയത് ഇതാണ്. അപ്പോൾ ഒരു ചേട്ടന് കുറച്ച് പ്രായമൊക്കെ ആയത്, അപ്പോൾ നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. പിന്നെ നല്ലൊരാളാണ് ഞങ്ങൾ പോയത്. എന്നിട്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചൊല്ലി മേടിച്ചിട്ടോ, ഇനി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ വന്നപ്പോൾ ഓരോ ആൾക്കാരും ഇന്ന ബോട്ടിലേക്ക് ഓല ബോട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചാട്ടോ, ഇത്രയാണ് എമൗണ്ട്, ഓരോ മണിക്കൂറിന് 700 രൂപ വെച്ചിട്ടാണ് ഇവിടെ. പിന്നെ ഓരോരുത്തർ 600 പറയുന്നുണ്ട്. പിന്നെ ആൾക്കനുസരിച്ചിട്ടല്ല, എത്ര ആൾക്കാരുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു പാകത്തെ ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മണിക്കൂറിന് 700, പിന്നെ ഒരാൾ പറയും 600, പിന്നെ പറയും 500. അപ്പം ഞങ്ങളൊരു 3-4 ആൾക്കാരോട് ചോദിച്ചിട്ടോ. അപ്പോൾ കോല് എങ്ങനെ 700, 600 എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെ ഒരാൾ ചോദിച്ചപ്പോൾ 500 പറഞ്ഞു. അങ്ങനെ ഈ ചേട്ടനാണ് 500 പറഞ്ഞത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇതിൻ്റെ ഇതിലാട്ടോ പോയത്. എന്തായാലും ഇത് നല്ലൊരു ഈ ഒരു പോവൽ നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു. നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലം കാണാൻ. പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മുകളിൽ ഇങ്ങനെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് അത്ര വെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല നമുക്ക്. ഇങ്ങനത്തെ സംഭവത്തിലും ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ, എവിടെ നിന്നൊക്കെ പോയിക്കണ്, പക്ഷേ വേറെ എന്തിലൊക്കെ. പക്ഷേ ഇങ്ങനെ കുറേ യാത്ര ചെയ്ത് അതിൻ്റെ അടുത്ത് കൂടെ വേറുള്ളതുകളൊക്കെ പോവുക. പിന്നെ കുറേ ആൾക്കാർ, എത്രയും ആൾക്കാരാണെന്നറിയോ ഓരോന്നിൽ കൂടെ. ഞങ്ങളിത് പതുക്കെ ഇങ്ങനെ പോവാട്ടോ. 3 മണിക്കൂറാണ്. അപ്പോൾ 3 മണിക്കൂറാണ് ഇങ്ങനെ കറങ്ങി തീർന്ന് കുറേ സ്ഥലത്ത് കൂടെ പോയിട്ട് ഇങ്ങനെ പോരുമെന്ന് പറഞ്ഞു. 3 മണിക്കൂർ 500 രൂപ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളിത് പതുക്കെ ഇങ്ങനെ പോവാണ്. അപ്പോൾ എനിക്ക് താല്പര്യം സ്പീഡ് ബോട്ടിൽ കയറാനായിരുന്നു കേട്ടോ. ഞാനത് പറഞ്ഞു. അപ്പോൾ അതിൽ 10 മിനിറ്റിന് 1000 രൂപയാണ് തോന്നുന്നു. എത്ര ആൾക്കാർക്കും പോവാം, അതിൽ 4 ആൾക്കാർക്കൊക്കെ പോവാം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതിലിങ്ങനെ പതുക്കെ പോയ സമയത്ത് ജുനുവിനോട് ചോദിക്കുന്നുണ്ടെന്ന് നമുക്ക് അതിലും കൂടി ഒന്ന് പോയാലോ. പക്ഷേ അതിന്
1000 രൂപ വേറെ എക്സ്ട്രാ കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ പോയില്ല. എനിക്ക് അതിൽ പോകാനിരുന്നു. ഞങ്ങളിങ്ങനെ പോണതിൻ്റെ അടുത്ത് കൂടെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ അതാണ് എനിക്ക് ആഗ്രഹം, അങ്ങനത്തെ പോകാൻ. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം സിനിമയിൽ കൂടെ കണ്ടിരിക്കാന്നല്ലാതെ പിന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കും, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താമസിക്കുന്നതുണ്ട്, ഹൗസ് ബോട്ടും ഉണ്ട്, പിന്നെ അതേപോലെ കുറേ വിധത്തിലുള്ള ബോട്ട്, പല വിധത്തിലുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളും ഓരോരുത്തർ കഴിച്ചിട്ടുണ്ട്, ഡ്രസ്സ് ചെയ്യണ്, പിന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ പന്ത് കളിച്ചിട്ടുണ്ട് ആൾക്കാർ. പിന്നെ ഓരോ ചേച്ചിമാർ പാത്രം കഴുകുന്നുണ്ട്, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ തിരുമ്പുക, കുളിച്ചുക, മീൻ പൊടിച്ചുക, ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റിട്ടോ. എനിക്ക് ഇപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാർക്ക് എന്തൊരു ഇതായിരിക്കും. പക്ഷേ ഈ ഒരു വെള്ളത്തിൽ കൂടെ പിന്നെ വേസ്റ്റും കാര്യങ്ങളും ഓരോ ചെറിയ ജന്തുക്കൾ, അഥവാ അങ്ങനെ പൂച്ചയാണോ ഇനി വേറെ എന്തെല്ലാം ഒക്കെ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, ഈ വെള്ളമാണല്ലോ ആൾക്കാർ ഇതിൽ കൂടെ ഇറങ്ങണതും വേസ്റ്റും കാര്യങ്ങളും ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചതൊക്കെ ഇതിക്ക് തട്ടുന്നുണ്ട് തോന്നുന്നു. നല്ല വേസ്റ്റും കാര്യങ്ങളും ഉണ്ട് വെള്ളത്തിൽ. നമുക്ക് കാണുമ്പോൾ തോന്നും നല്ല വെള്ളമാണെന്നൊക്കെ, പക്ഷേ വെള്ളത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ കുറേ വേസ്റ്റും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ എനിക്കിത് അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല. പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നല്ലതുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഇതാണോ കുളിക്കണതും അതേപോലെ തിരുമ്പടമൊക്കെ കണ്ടപ്പോൾ ഈ വെള്ളം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ശീലമില്ലേ, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ ഇതിലിറങ്ങി ഒന്ന് മേലേക്ക് ഇതാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞ് നമുക്ക് പറ്റില്ല പറഞ്ഞു. ഓലെ സംബന്ധിച്ച് ഓൾക്ക് കുഴപ്പമില്ല, എപ്പോഴും ഈ വെള്ളം ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അയാൾ ഇവിടെ അല്ലേ തന്നെയാണ്. ഓരോ സ്ഥലമെത്തുമ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്കും അല്ലാതെ ഇപ്പോൾ ഒരു ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തുമ്പോൾ ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട് ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ. ഓൽക്കൊക്കെ ഇവിടെ ജനിച്ച് വളർന്ന ആൾക്കാരായതുകൊണ്ട് അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഒരു ഞങ്ങൾ ഈ കയറിയൊരു ബോട്ട് ചെറിയ രീതിയിലൊക്കെ മറ്റേനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ബോട്ട് ചെറിയൊരു പഴക്കം ഉള്ള പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇനി നല്ലതൊന്ന് മേടിച്ചണം, ഇതിന് നേരാക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അയാൾ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ബോട്ട് റെഡിയാക്കി എടുത്തപ്പോഴത്തേന് 4 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞു. 4 ലക്ഷം റുപ്യേൻ്റെ അടുത്തായി. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതിലിങ്ങനെ പോകാൻ നല്ല സുഖമാണ്. പക്ഷേ പതുക്കെ പോകണോണ്ട് തന്നെ ചെറിയൊരു ചടപ്പുണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടി സ്പീഡിൽ പോകണതായിരുന്നു താല്പര്യം. അപ്പം അങ്ങനെ പതുക്കെ പോകണോണ്ട് എവിടെ എത്തണില്ല. 3 മണിക്കൂർ നേരം ഇതിൽ തന്നെ ഇരിക്കണ്ടേ. വേഗം കണ്ടു പോരുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് തോന്നിട്ടോ. പിന്നെ എവിടെയും നമുക്ക് ഇങ്ങനെ പോയി അവിടെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഓരോ നല്ല സ്ഥലത്ത് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും പറ്റില്ല. ഈ ഒരേ ഇരുത്തം. പക്ഷെ എന്നാലും ഭംഗിയുണ്ടായിരുന്നു, അടിപൊളിയാണോ. ഇവിടെയൊക്കെ ഉള്ള ആളുകൾ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഒരു ബോട്ട് വന്നിട്ട് വേണം അവൾക്ക് കിടക്കാൻ. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ വണ്ടി എടുത്ത് പോകുക, അതൊക്കെ അങ്ങനെ തോന്നുമ്പോൾ ഇവർക്കിത് ശീലമായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഇവിടുത്തെ ജീവിച്ച ആൾക്കാർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു ഇടങ്ങേറ് പോലെ. പക്ഷെ എന്നാലും നല്ലൊരു അന്തരീക്ഷം, സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടുത്തു കൂടെ വീടുകൾ, ആ വീട്ടിൽ കൂടെ ഇരുന്ന് ഇങ്ങനെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ പുറത്ത് ഒരു കസാലയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഊനാലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഓലെ സംബന്ധിച്ച് നമുക്കിതിങ്ങനെ കാണുമ്പോൾ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ വാഹനം അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു പെട്ടെന്ന് ആവശ്യത്തിന് പോകാൻ പറ്റാത്തൊരു ഇത് മാത്രമുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അല്ലാത്ത പക്ഷം ഇവിടെ ജീവിക്കാൻ നമുക്കാണെന്നുണ്ടെങ്കിലും ഇത് നല്ലതാണ് തോന്നിപ്പോകുന്നുണ്ട് കാണുമ്പോൾ. പിന്നെ ഞാൻ സൗണ്ട് തോമ ആ സിനിമയിൽ ഈ സ്ഥലമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ പിന്നെ വേറെ ഉണ്ടല്ലോ മൈ ബോസ്, അയത്തൊക്കെ ഇവിടെയാണ് തോന്നുന്നത്. പക്ഷേ അതൊന്നും കാണാൻ അറിയാൻ പറ്റിയില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതേപോലെ. പക്ഷേ എന്നാലും ഏകദേശം ആ ഒരു ഭാഗം അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് തോന്നി, അതാണോ എന്ന് തോന്നിപ്പോയി ഓരോ സ്ഥലം കണ്ടപ്പോൾ. പിന്നെ ഓരോ വീട്ടിൻ്റെ മുന്നിൽ കൂടിയും തോണിയായിട്ടും ഓൾക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ വീടിൻ്റെ മുന്നിൽ കൂടിയും ഉണ്ട്.
പിന്നെ ഈ ഒരു വീഡിയോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കുന്നതിൻ്റെ അടുത്താണ് ഒരാൾ അവിടെ ഇങ്ങനെ നിൽക്കണത്. അപ്പം മത്സരവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. എന്താണ് അപ്പം അതിനെപ്പറ്റി ഓരോന്നിങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഹെസമോളായിരുത്തം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. പക്ഷെ ഓളവിടെ ഇങ്ങനെ പോയിരിക്കുകയാണ് പാട്ടും പാടിയിട്ട്. പിന്നെ ഇസോണെന്നുണ്ടെങ്കിൽ ഓന് ഭക്ഷണമൊന്നും കഴിച്ചാത്തതുകൊണ്ട് ഓന് ഒരേ ഒരു കടത്തേന്നു. ഓനൊരു ഉഷാറും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോണുണ്ട് കിടന്ന് അങ്ങനെ കാണാന്നല്ലാതെ ഓനിക്ക് ഒന്നിനും വയ്യാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് എന്തെങ്കിലും പറയാനോ. 3 മണിക്ക് ശേഷം ഇതിന് ഇറങ്ങിയിട്ട് വേണം ഇനി ഇസുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓന് നല്ല ഫുഡൊന്നും കഴിച്ചാത്തതുകൊണ്ട് ഒരേ കിടത്തല്ലേ.